ചാപ്റ്റർ 11 റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 11ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 1 പോവാം. അപ്പോൾ റീസ്റ്റോറിങ് ചൈൽഡ്ഹുഡ്. അപ്പോൾ കുട്ടിക്കാലം റീസ്റ്റോറിങ് എന്ന് വെച്ചാൽ റീസ്റ്റോറിങ് കഴിഞ്ഞ ഒരു കുട്ടിക്കാലം, അതിൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന്. Girls in particular have no time for childhood. Much of the work that girls and younger children do is carried out in a family, group or domestic setting. This is rarely perceived as labor. For example, the concept of child servitude implicitly excludes the domestic labor of girls, although this may be full-time work detrimental to development, necessary for survival and equally inescapable. അപ്പോൾ എന്താണ് പെൺകുട്ടികളെന്ന് പറയുന്നത്? അവർക്ക് അവരുടെ കുട്ടിക്കാലം, അവരുടെ ബാല്യകാലം ആസ്വദിക്കാനുള്ള ഒരു സമയമില്ല എന്നാണ്. സമയം അവർക്ക് കിട്ടുന്നില്ല. സാധാരണ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവരെ ഡൊമസ്റ്റിക് വർക്ക്, വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യേണ്ടത് പെൺകുട്ടികളാണെന്നുള്ളത് ഒരു രീതിയിൽ അവരെ കൊണ്ട് എല്ലാ ജോലിയും അവരുടെ ഏജ് അനുസരിച്ച്, ചെറിയ കുട്ടിയാണെങ്കിൽ ആ ഒരു ഏജ് കൂടുന്തോറും ആ ഒരു ഏജ് അനുസരിച്ച് അവർക്ക് വർക്ക് ടൈമും ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് മുമ്പത്തെ കഥയാണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഈ ഒരു ഗേൾസിന് കൂടുതലും എഡ്യൂക്കേഷൻ കാര്യത്തിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത് മുമ്പത്തെ ഒരു കാര്യമാണ്, പാസ്റ്റിലെ ഒരു കാര്യമാണ്. കൂടുതലും പാസ്റ്റിൽ പെൺകുട്ടികളെന്ന് പറയുന്നത് വീട്ടുജോലി ചെയ്യാനും അതുപോലെ തന്നെ അവർ എഡ്യൂക്കേഷനിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മച്ച് ഓഫ് ദ വർക്ക് ദാറ്റ് ഗേൾസ് ആൻഡ് യങ്ങർ ചിൽഡ്രൻ ഡു ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ഫാമിലി, ഗ്രൂപ്പ് ഓർ ഡൊമസ്റ്റിക് സെറ്റിംഗ്. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യണം? ആ ഒരു ഫാമിലി ഗ്രൂപ്പ്, ആ ഒരു ഫാമിലിയിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ആ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവിടെ ഒരു ഡൊമസ്റ്റിക് സെറ്റിംഗ് എന്ന് വെച്ചാൽ വീട്ടിലെ ഒരു വീട്ടുജോലി ചെയ്യുന്ന ഒരു ഉപകരണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യാനുള്ളത് പെൺകുട്ടിയാണെന്നുള്ളൊരു രീതിയിലാണ് അവർ പെൺകുട്ടികളെ കണ്ടിരുന്നത്. ദിസ് ഈസ് റെയർലി പ്രിസർവ്ഡ് ആസ് ലേബർ. ഇത് ഒരു തൊഴിലായി കണക്കാക്കിയിരുന്നില്ല. ഇതൊരു അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണെന്ന രീതിയിലാണ് കണ്ടിരുന്നത്. ഇതൊരിക്കലും ഒരു തൊഴിലായി കണ്ടിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെർവിറ്റ്യൂഡ്. അപ്പോൾ ചൈൽഡ് സെർവിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അവരുടെ ഒരു അവർ ചെയ്യുന്ന ഒരു ജോലിയുടെ വേറൊരു പേരാണ് ചൈൽഡ് സെർവിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡ്സ് ദ ഡൊമസ്റ്റിക് ലേബർ ഓഫ് ഗേൾസ്. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ലേബർ എന്ന് വെച്ചാൽ ഈ ഒരു വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു തൊഴിലായി കണക്കാക്കിയിരുന്നില്ല. ഇത് അവരുടെ കടമയായിട്ടാണ് കണ്ടിരുന്നത്. അവർ ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഓൾസോ ദിസ് മേ ബി ഫുൾ ടൈം വർക്ക് ഡിറ്റർമിനൻ്റൽ ടു ഡെവലപ്മെൻറ്റ്, നെസസറി ഫോർ സർവൈവൽ ആൻഡ് ഈക്വലി ഇൻഎസ്കേപ്പബിൾ. അപ്പോൾ ചില സമയത്ത് എല്ലാ ടൈമും 24 hours 24 മണിക്കൂറും ഒരു കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. അത് അവളുടെ അവരുടെ ഭാവിയിൽ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. കാരണം സാധാരണ വീട്ടിൽ എന്ത് ചെയ്യും? അവരുടെ പാരൻസൊക്കെ പറയും, നാളെ കല്യാണം കഴിഞ്ഞ് പോയി നീ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജോലി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിച്ചാലേ അപ്പോൾ അവിടെ പോയി നിനക്ക് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിൽ പെൺകുട്ടികളെ കണ്ടിരുന്നത്. അത് അത്യാവശ്യമായിരുന്നു. അവർ പഠിച്ചേ തീരൂ, അല്ലെങ്കിൽ അവരെടുത്തേ തീരൂ എന്ന രീതിയിലാണ്. അത് അവരുടെ നാളെ അങ്ങനെ ഒരു ലൈഫ് നിനക്ക് വേണമെങ്കിൽ നീ അത് പഠിച്ചേ തീരും, നീ അത് ചെയ്തേ തീരുന്ന രീതിയിലാണ്. നെസസറി ഫോർ സർവൈവൽ ആൻഡ് ഈക്വലി ഇൻഎസ്കേപ്പബിൾ. നിനക്ക് ജീവിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ജോലി ചെയ്തേ തീരൂ എന്ന രീതിയിലാണ് പെൺകുട്ടികളെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാതെ ആ ഒരു ജോലി അവർ ചെയ്യണമെന്ന രീതിയിലായിരുന്നു ആ പെൺകുട്ടികളെ ആ ഒരു സമയത്ത്, ഇത് പണ്ട് കാലത്തെ കഥയാണ്, ആ ഒരു സമയത്ത് കണ്ടിരുന്നത്. അവർക്ക് അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കാനോ അതിലുള്ള ഒരു മെമ്മറീസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അവരെ ചെറുപ്പം തൊട്ടേ ഒരു യങ് ഏജിൽ തന്നെ അവരെ കൊണ്ട് സാധിക്കാവുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കും. പെൺകുട്ടികളെ കണ്ടിരുന്നത് ഒരു ഡൊമസ്റ്റിക് സെറ്റിംഗ് ആയിട്ടാണ്. വീട്ടിൽ ജോലി ചെയ്യേണ്ട ഒരു പെൺകുട്ടിയാണെന്ന രീതിയിലാണ്. അതൊരിക്കലും അവരെ ഒരു തൊഴിലായി കണക്കാക്കിയിട്ടില്ല. അത് അവരുടെ കടമയാണ്, അവരുടെ ബാധ്യതയാണെന്നൊരു നിലപാടിലാണ് അവരെ കൊണ്ട് ഗേൾസിനെ കൊണ്ട് പാരൻസ്
മുതിർന്നവരൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. അതാണ് ഈ ഒരു പാരയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. Perhaps this blindness to girls' work is because non-remunerative and nourishing tasks do not have a visible market value. So while the exploitation of a boy working on gemstones in a small manufacturing unit in Jaipur is easily recognized, the equally hazardous work of a girl cutting grass on a precipitous mountain slope in Garhwal is ignored. Such a concept of child labor is clearly inadequate for understanding the real nature and extent of children's work. അപ്പോൾ ഈ ഒരു പാരയിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? Perhaps this blindness to girls. അപ്പോൾ ഈ ഒരു ഗേൾസിന്റെ കാര്യത്തിൽ, ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അവർ അന്ധത ആവുകയാണ്. Work is because non-remunerative and nourishing tasks do not have a visible market value. അപ്പോൾ എന്താണ് ഈ ഒരു പെൺകുട്ടികൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പ്രതിഫലം നൽകാത്തതും അതുപോലെ തന്നെ പരിപോഷിപ്പിക്കാത്തതുമായ ചുമതല, അതവരുടെ ചുമതലയാണ്. അവർക്ക് പ്രതിഫലമൊന്നും നൽകുന്നില്ല, അവരുടെ ജോലിക്ക് പ്രത്യേകിച്ചൊരു വാല്യൂ ഒന്നുമില്ല. എന്താണ് അവർ ചെയ്യുന്ന ജോലിയൊന്നും കാണുന്നില്ല, അതിനൊരു പ്രതിഫലം നൽകുന്നില്ല. അതുപോലെ തന്നെ എന്താണ് അത് അവരുടെ ചുമതലയാണെന്നുള്ളൊരു കാര്യത്തിലാണ് ആൾക്കാർ പറയുന്നത്. അവർ കാണുന്നത് അങ്ങനെയാണ്, അവർ അന്ധത ആവുകയാണ് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ. So while the exploitation of a boy working on a gemstones in a small manufacturing unit in Jaipur is essentially recognized. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ജയ്പൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു വേദനയെ എന്നുവെച്ചാൽ ഇവിടെ ബാലവേല, ഈ ചൈൽഡ് സെർവിറ്റൈഡ് എന്ന് പറയുന്നത് ബാലവേലയാണ്. ഈ ഒരു ആൺകുട്ടി ആ ഒരു ബാലവേലയിൽ അനുഭവിക്കുന്ന ആ ഒരു വേദനയെക്കുറിച്ച് ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാണ്, റെക്കഗ്നൈസ് ചെയ്യാണത് അവർ കാണുകയാണ്. പക്ഷെ അതുപോലെ തന്നെ the equally hazardous work of a girl cutting grass on a precipitous mountain slope in Garhwal is ignored. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടി ഒരു മലയുടെ മുകളിൽ പുല്ല് പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ എന്ത് ചെയ്യാണ്, ആ ഒരു കുട്ടി ചെയ്യുന്ന ജോലി അവർ കാണുന്നില്ല, അവരെന്ത് ചെയ്യാണത് കാണുന്നില്ല. ആ ഒരു കുട്ടിയുടെ കഷ്ടപ്പാട് അവർ കാണാതെ പോവുകയാണ്. ഈ ഒരു ആൺകുട്ടിയുടെ കഷ്ടപ്പാട് കാണുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യുകയാണ്, അവരുടെ ഒരു കടമയായി കാണുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ജോലിക്കൊരു വാല്യൂ നൽകുന്നില്ല, അവർ ചെയ്യുന്ന ജോലിക്കൊരു പ്രതിഫലമോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് പെൺകുട്ടികളെ കണക്കാക്കുന്നത്. Okay, such a concept of child labor is clearly inadequate for understanding the real nature and extent of children's work. അപ്പോൾ ആ ഒരു ചൈൽഡ് ലേബർ, ഈ ഒരു ബാലവേല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിഞ്ഞ് കാണുകയാണ്. നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എന്തായിരുന്നു, ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ജോലി പെൺകുട്ടി ചെയ്താൽ അത് അവരുടെ കടമയാണ്. പക്ഷെ ഒരു ആൺകുട്ടി ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഭാരമേറിയ ജോലി, അല്ലെങ്കിൽ അവന് കഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ പെൺകുട്ടിയാണെങ്കിൽ അവൾ ചെയ്യേണ്ട അവളുടെ ചുമതലയാണ്, അല്ലെങ്കിൽ അവളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, കടമ അവൾക്ക് ഉണ്ട് എന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. ഇതെന്താണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്? ഇതൊരു റിയൽ നേച്ചർ, നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു റിയൽ നേച്ചർ, അതായിരുന്നു ആ ഒരു സമയത്തെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പെൺകുട്ടി പഠിക്കാനോ അവർക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്ത് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാത്ത ഒരു ടൈം ആയിരുന്നു. അതുപോലെ തന്നെ അവരെ വേർതിരിഞ്ഞ് കാണുകയാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ അവരെ വേർതിരിഞ്ഞാണ് കണ്ടിരുന്നത് എന്നാണ് ഈ ഒരു പാരയിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. The overwhelming majority of child workers in India are cultivators and agricultural laborers. Poor children also undertake a variety of domestic chores and subsistence activities like minding siblings, grazing cattle, collecting fuel, wood and fodder as part of their daily lives, whether or not they are at school. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു the overwhelming majority of child workers in India are cultivators and agricultural laborers. അപ്പോൾ ഓവറോൾ മെജോറിറ്റി ആയിട്ടുള്ള
കുട്ടികൾ ജോലി ചെയ്യുന്നത് എന്തായിരുന്നു, ഇന്ത്യയിൽ മെജോറിറ്റി ആയിട്ടുള്ള കുട്ടികളും കൾട്ടിവേറ്റേഴ്സ് ആൻഡ് എഗ്രികൾച്ചറൽ ലേബറേഴ്സ്, കൃഷിയിലായിരുന്നു കൂടുതലും കുട്ടികൾ ജോലി ചെയ്തിരുന്നത്, വർക്ക് ചെയ്തിരുന്നത്. പുവർ ചിൽഡ്രൻ ആൾസോ അണ്ടർടേക്ക് എ വെറൈറ്റി ഓഫ് ഡൊമസ്റ്റിക് ചോസ് ആൻഡ് subsistence activities like minding siblings, grazing cattle, collecting fuel wood and fodder as part of their daily lives whether or not they are at school. അപ്പോൾ എന്താണ്, അവരെന്തൊക്കെ ജോലി ചെയ്തിരുന്നു? പാവപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? വീട്ടിലെ ഡൊമസ്റ്റിക് ചോസ്, വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ ഒരുപാട് ജോലികളും ചെയ്തിരുന്നു. ഇതുപോലത്തെ സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റീസ് ലൈക്ക് മൈൻഡിങ് സിബ്ലിങ്സ്, ഗ്രേസിംഗ് കാറ്റിൽ, കളക്ടിങ് ഫ്യൂൽ വുഡ് ആൻഡ് ഫോഡർ ആസ് പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്സ് വെദർ ഓർ ദേ ആർ അറ്റ് സ്കൂൾ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത് പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ പുവർ ചിൽഡ്രൻ എന്ത് ചെയ്തിരുന്നു? അവർ ഡൊമസ്റ്റിക് ചോസ്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തിരുന്നു? സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റീസ് ലൈക്ക് മൈൻഡിങ് സിബ്ലിങ്സ് എന്ന് വെച്ചാൽ അവരുടെ അനുജത്തി അല്ലെങ്കിൽ അനുജന് ഒരു ചെറിയ കുട്ടികളുണ്ടാവും, അവരെ നോക്കുന്ന ചുമതലയും ആർക്കായിരുന്നു? ഈ ഒരു പൂവർ ഫാമിലിയിൽ ജനിച്ച കുട്ടികൾക്കായിരുന്നു. അതുപോലെ തന്നെ ഗ്രേസിങ് കാറ്റിൽ, ഈ കന്നുകാലികളെ മേയ്ക്കുന്ന ജോലിയും, അതുപോലെ തന്നെ കളക്ടിങ് ഫ്യൂൽ വുഡ് ആൻഡ് ഫോഡർ ആസ് എ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്സ്. അപ്പോൾ വിറകുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെ ഡെയിലി ലൈഫ്സ് നിത്യാന്ത ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് കണക്കാക്കിയിരുന്നു. കാരണം എന്താണ്, അവർ ആ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും തിരക്കാറില്ല, ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികളെ നോക്കണം, അതുപോലെ തന്നെ ഈ കന്നുകാലികളെ മേയ്ക്കണം, വിറകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. അവർ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും അന്വേഷിക്കാറില്ലായിരുന്നു. അതാണ് ഈ ഒരു പാരയിൽ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ്, however the documentation on child labor in India has a strong focus on the dehumanizing conditions of children laboring in hazardous industries such as the match and fireworks factories of Sivakasi, Tamil Nadu, or the glass works of Firozabad, UP, the self-employed and street children of Delhi, Bombay, Bangalore, and other big cities have also been the object of many studies. And these children represent only the most striking and visible aspect of the denial of a child's right to a healthy childhood. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറഞ്ഞത്? However, the documentation on child labor India has a strong focus on the dehumanizing conditions of children laboring in hazardous industries. അപ്പോൾ എന്താണ് ഈ ഒരു ബാലവേല എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു. അതിന് എന്താണ് അവർ എതിർത്തിട്ടുണ്ടായിരുന്നു. ഡ്യൂഹ്യൂമനൈസിങ് കണ്ടീഷൻസ് ഓഫ് ചിൽഡ്രൻ ലേബറിങ് ഇൻ ഹസാർഡിയസ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് ദ എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വലിയ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? However, the documentation on child labor in India has a strong focus on the dehumanizing conditions of children laboring in hazardous industries such as the match and fireworks factories of Sivagasi, Tamil Nadu, or the glass workers of Firozabad, Uttar Pradesh, the self-employed and street. അപ്പോൾ എന്താണ്? However, the documentation ഒരു ബാലവേല എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്ത്യയിൽ എവിടെയൊക്കെയാണ്? തമിഴ്നാടു ശിവകാശി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ എന്താണ് മാച്ച് ആൻഡ് ഫയർ വർക്ക്സ്, ഈ ഒരു തീപ്പെട്ടി ആ ഒരു ഫാക്ടറി, തീപ്പെട്ടിയുടെ ആ ഒരു ഫയർ വർക്ക്സ് ആ ഫാക്ടറിയിലും, അതുപോലെ തന്നെ ഗ്ലാസ് വർക്ക്സ് ഓഫ് ഫിറോസാബാദിലെ ഗ്ലാസ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലും കുട്ടികളൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഈ ഒരു ഇന്ത്യ ആ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ഫിറോസാബാദിലും ഉത്തർപ്രദേശിലും അവർ ചൈൽഡ് ലേബർ എന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, അതായത് ഹസാർഡിയസ് കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് ഈ ഒരു തീപ്പെട്ടി ഫാക്ടറിയിൽ പറയുന്നത്. ഒരു കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കേഴ്സ്, ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഏറ്റവും വലിയൊരു അവർ
കുട്ടികൾ എന്താണ് അത്രത്തോളം എന്താണ് ദ്രോഹിക്കുന്ന ഒരു രീതിയിൽ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു പറയുന്ന ഒരു 2 എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്, ശിവകാശി തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഫിറോസാബാദ് ഉത്തർപ്രദേശിലും. ഓക്കെ, അപ്പോൾ ദ സെൽഫ് എംപ്ലോയ്ഡ് ആൻഡ് സ്ട്രീറ്റ് ചിൽഡ്രൻ ഓഫ് ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ ആൻഡ് അതർ ബിഗ് സിറ്റീസ് ഹാവ് ഓൾസോ ബീൻ ദ ഒബ്ജക്റ്റ് ഓഫ് മെനി സ്റ്റഡീസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഒരുപാട് അതുപോലത്തെ ഉള്ള സിറ്റീസിലുമൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റിലൊക്കെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ഒരു സിറ്റീസിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദീസ് ചിൽഡ്രൻ റെപ്രസെൻറ്റ് ഓൺലി ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആൻഡ് വിസിബിൾ ആസ്പെക്ട് ഓഫ് ദ ഡീനിയൽ ഓഫ് എ ചൈൽഡ്സ് റൈറ്റ് ടു എ ഹെൽത്തി ചൈൽഡ്ഹുഡ്. ഈ കുട്ടികൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവരുടെ കുട്ടിക്കാലം, അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട ആ ഒരു യൗവനകാലം, ആ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരുടെ ഹെൽത്ത്, അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ലഭിക്കാതെ അവർ അൺഹെൽത്തി ആയിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം കൊണ്ട് അവർ ഒരുപാട് അവരൊരു ബാഡ് ഒരു സിറ്റുവേഷനിൽ, അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ആ ഒരു രീതിയിൽ കുട്ടികളെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഹെൽത്തും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു രീതിയിലാണ് ആ ഒരു കുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് ജോലി ചെയ്തിട്ട് അവർ അതിലൂടെ അവരുടെ കുട്ടിക്കാലം പോവുകയാണ്. അവർക്ക് സന്തോഷമോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനോ ഹെൽത്തി ആയിട്ടിരിക്കാനോ സാധിക്കുന്നില്ല എന്നാണ്. The invisibility of rural child workers reflect an urban bias in Indian administration, research and the media, and the pervasiveness of the seductive idea that rural life is somewhat idyllical. This bias is not peculiar to middle class. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ സെക്ഷനുള്ളിൽ ലാസ്റ്റ് പാരയിൽ എന്താണ് പറയുന്നത്? ദ ഇൻവിസിബിലിറ്റി ഓഫ് റൂറൽ ചൈൽഡ് വർക്കേഴ്സ് റിഫ്ലക്റ്റ് ആൻ അർബൻ ബയാസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് ദ മീഡിയ. അപ്പോൾ എന്താണ് ഈ ഒരു ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്, ഈ ചൈൽഡ് വർക്ക്സ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലത്തെ കുട്ടികൾക്കാണ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നത്, അവർക്ക് ബാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മീഡിയവും അതുപോലെ തന്നെ ഈ റിസർച്ച് വഴിയൊക്കെ അർബൻ സിറ്റീസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ചൈൽഡ് ലേബറിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റൂറൽ ഏരിയാസിലെ കുട്ടികൾക്ക് എന്ത് സാധിക്കുന്നില്ല, അവരെ അവഗണിക്കുകയാണ് ഈ ഒരു മീഡിയയും കാര്യങ്ങളൊക്കെ. റൂറൽ ഏരിയാസിലായതുകൊണ്ട് തന്നെ അവരെ ആരും അത്രക്ക് ശ്രദ്ധിക്കുന്നില്ല. പൂറായിട്ടുള്ള ഫാമിലീസുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്കുമാണ് കൂടുതലും ഇത് എഫക്റ്റ് ചെയ്യാൻ കാരണം അവരെ ആരും കാണുന്നില്ല, അവരുടെ ആ ഒരു അവർ ചെയ്യുന്ന വർക്ക്സും കാര്യങ്ങളൊന്നും അത്രക്ക് നോട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ദ മീഡിയ, അർബൻ ബയാസ് ഇൻ ആൻ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് മീഡിയ ആൻഡ് ദ പെർവാസീവ്നെസ് ഓഫ് ദ സെഡക്റ്റീവ് ഐഡിയ ദാറ്റ് റൂറൽ ലൈഫ് ഈസ് സംവാട്ട് ഐഡിയലിക്കൽ. ദിസ് ബയാസ് ഈസ് നോട്ട് പെക്കുലർ ടു മിഡിൽ ക്ലാസ്. അപ്പോൾ ഇത് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് പ്രശ്നമായിട്ട് ഫീൽ ആകുന്നില്ല. കാരണം അവർ കുട്ടികളെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ അവർ കുട്ടികളെ അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പുവർ ഫാമിലിയിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ റൂറൽ ഏരിയാസുള്ളവരെയും അവഗണിക്കുകയാണ്. അവർ ചെയ്യുന്ന കാര്യം ആരും അത്രയ്ക്ക് നോട്ടബിൾ ആക്കുന്നില്ല, അവർ ശ്രദ്ധിക്കാറില്ല. കൂടുതലും ഈ ഒരു മീഡിയ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും അർബൻ ഏരിയാസിലത്തെ സിറ്റിയിലെ ആൾക്കാർക്കാണ്. റൂറലിലെ കുട്ടികളെ അവർ അവഗണിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇത് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്കാണ് വീട്ടുജോലികളും മറ്റുമെല്ലാം ചെയ്ത് അവർക്ക് എഡ്യൂക്കേഷനും മറ്റും ലഭിക്കാതെ അവർ കഷ്ടപ്പെടുന്നത്. അതാണ് ഈ ഒരു പാരയിൽ ഈ ഒരു സെക്ഷൻ 1 പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 പോവാം. മാർക്കറ്റിംഗ് ഓഫ് കോക്കനട്ട് പ്രൊഡക്ട്സ്. അപ്പോൾ കോക്കനട്ട് പ്രൊഡക്ട്സിലുള്ള ആ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. കോപ്ര ഈസ് പ്രൈമറിലി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് ഓയിൽ. ദ കൺട്രി പ്രൊഡ്യൂസസ് അബൌട്ട് 4.5 lakh tons of coconut oil, equivalent to about 6.9 lakh tons of milling copra. Tamil Nadu and Kerala account for 90% of oil production. The usage of coconut oil as a cooking medium is confined to Kerala. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? എന്താണ് പറഞ്ഞത്? കോപ്ര ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് ഓയിൽ. അപ്പോൾ ഈ കോപ്ര നമ്മൾ കൊപ്ര എന്ന് പറയും. ഈ ഉണങ്ങിയ തേങ്ങയാണ് കൊപ്ര എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മൾ
പ്രൈമറിലി യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താണ് അതിൽ നിന്ന് എക്സ്ട്രാക്റ്റിംഗ് ഓയിലാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ദ കൺട്രി പ്രൊഡ്യൂസസ് അബൌട്ട് 4.5 lakh tons ഓഫ് കോക്കനട്ട് ഓയിൽ ഇക്വലന്റ് ടു അബൌട്ട് 6.9 lakh tons ഓഫ് മില്യൺ കോപ്ര. അപ്പോൾ ഒരു 6.9 ലക്ഷം കോപ്രയിൽ നിന്ന് 4.5 ലക്ഷം കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 6.9 lakh tons ഓഫ് കോപ്രയിൽ നിന്ന് 4.5 ഏകദേശം 4.5 tons ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. തമിഴ്നാടു ആൻഡ് കേരള അക്കൗണ്ട് ഫോർ 19% ഓഫ് ഓയിൽ പ്രൊഡക്ഷൻ. അപ്പോൾ തമിഴ്നാടും കേരളയുമാണ് 19% ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ, ഈ ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ 90% കേരളത്തിനും തമിഴ്നാടിനുമാണ് ഉള്ളത്. തമിഴ്നാടും കേരളയും ഒന്നിച്ചാണ് ഈ 19% ഓഫ് 90% എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. ദ യൂസേജ് ഓഫ് കോക്കനട്ട് ഓയിൽ ആസ് എ കുക്കിംഗ് മീഡിയം ഈസ് കൺഫൈൻഡ് ടു കേരള. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്, ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കേരളത്തിനൊരു എന്താണ് കേരളത്തിൽ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ളത് ഒരു എല്ലാവർക്കും ഒരു എന്താണ് കേരളം എന്ന് പറയുമ്പോൾ തന്നെ വെളിച്ചെണ്ണയുടെ ആ ഒരു രുചിയും ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ് അവർക്ക് ഏറ്റവും പ്രധാനകരമായ അല്ലെങ്കിൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരയിൽ എന്താണ് പറയുന്നത്? പാം ഓയിൽ ആൻഡ് പാം കെർണൽ ഓയിൽ അത് 2 primary സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം എന്തും കൂടി യൂസ് ചെയ്യാം, പാം ഓയിലും അതുപോലെ തന്നെ പാം കെർണൽ ഓയിൽ. ഇത് രണ്ടും ഈ രണ്ട് എണ്ണയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കോക്കനട്ട് ഓയിലിന് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട്. ഓക്കെ. The former competes with coconut oil in the edible oils segment and the later in the non-edible oil segment of the consumption base. അപ്പോൾ എന്താണ് ഈ ഒരു ഓയിൽ അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? പാം ഓയിൽ പ്രൈസസ് ആർ ഗ്ലോബലി ചീപ്പർ ദാൻ ദ മേജർ എഡിബിൾ ഓയിൽസ്. മറ്റു എണ്ണയെ സംബന്ധിച്ച് ഈ ഒരു പാം ഓയിൽ എന്ന് പറയുന്നത് ചീപ്പായിട്ടുള്ള ചീപ്പ് റേറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണെന്ന്. പാം ഓയിൽ ഡോമിനേറ്റ്സ് ദി ഇന്ത്യൻ ഇമ്പോർട്ട് സീന് എന്ന് വെച്ചാൽ പാം ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാം ഓയിൽ എന്ന് പറയുന്നത് ആൾക്കാർ ചീപ്പറായത് കൊണ്ട് തന്നെ അത് എല്ലാവരും വാങ്ങാനും എല്ലാവരും എന്ത് ചെയ്തു ഈ ഒരു പാം ഓയിലിനെ ഉപയോഗിക്കാനും തുടങ്ങി. കോക്കനട്ട് ഓയിൽ കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പാം ഓയിൽ ചീപ്പായത് കാരണം പാം ഓയിലിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ പാം ഓയിൽ ഡോമിനേറ്റ്സ് ദി ഇന്ത്യൻ ഇമ്പോർട്ട് സീൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇറക്കുമതി രംഗത്ത് പാം ഓയിൽ ആധിപത്യം പുലർത്തുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു ആധിപത്യം പുലർത്തുന്നത് ഈ ഒരു പാം ഓയിലാണ് ഇറക്കുമതി രംഗത്ത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് പാം ഓയിൽ ഡോമിനേറ്റ്സ് ദി ഇന്ത്യൻ ഇമ്പോർട്ട്സ് ഇൻ ഇന്ത്യ. ഇറക്കുമതി രംഗത്ത് പാം ഓയിൽ ആധിപത്യം പുലർത്തുന്നു എന്നാണ്. എ മേജർ റീസൺ ഫോർ ആഗ്യുമെന്റിംഗ് മാർക്കറ്റിംഗ് ഓഫ് വേരിയസ് കോക്കനട്ട് പ്രോഡക്ട്സ് ബിസൈഡ്സ് കോക്കനട്ട് ഓയിൽ ഈസ് പെർഹപ്സ് ബിക്കോസ് ഡിമാൻഡ് ഫോർ കോക്കനട്ട് ഓയിൽ ഹാസ് ടേൺഡ് സ്ലഗിഷ്. അപ്പോൾ എന്താണ് ഈ ഒരു പാം ഓയിൽ ചീപ്പറിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം എന്താണ് കുറച്ചു എന്നാണ്. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും പാം ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തു, പാം ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേങ്കിൽ മറ്റ് എല്ലാവർക്കും കോക്കനട്ടിൽ നിന്നുണ്ടാക്കുന്ന മറ്റ് ഐറ്റംസിനോട് ഡിമാൻഡ് ഉണ്ടായിരുന്നാൽ പോലും വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറഞ്ഞു. കാരണം ചീപ്പർ റേറ്റിനാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുക, അല്ലേ? It seems necessary to augment and diversify the production of coconut-based commodities such as packaged coconut water, coconut cream, etc. അപ്പോൾ എന്താണ് ആൾക്കാർ കൂടുതലും എന്ത് ചെയ്തു? നമുക്ക് ഈ ഒരു കോക്കനട്ട് വെളിച്ചെണ്ണയിന് പകരം മറ്റ് പ്രോഡക്ട്സ് മറ്റ് കൊമോഡിറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കോക്കനട്ട് വാട്ടർ തേങ്ങയുടെ വെള്ളവും അതുപോലെ തന്നെ തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന ക്രീം കോക്കനട്ട് ക്രീം എക്സെട്ര ഇതൊക്കെ ഉണ്ടാക്കിയാൽ എന്താവാം ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവാം. കാരണം പാം ഓയിൽ ഇന്ത്യൻ ഇറക്കുമതി രംഗത്ത് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ചീപ്പറിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പാം ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. വെളിച്ചെണ്ണയുടെ
എന്താണ് ഡിമാൻഡ് കുറഞ്ഞു എന്നാണ്. മറ്റു പ്രൊഡക്ട്സ് മറ്റു കമ്മോഡിറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഹൗവർ ദ കോമ്പറ്റീഷൻ ഇൻ ദ ഏരിയാസ് ഈസ് നോട്ട് ഈസി. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ക്രീമും ഈ ഒരു തേങ്ങയുടെ ക്രീമൊക്കെ ഉണ്ടാക്കുന്നത് അത്ര വലിയ ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല എന്ന് പറയുന്നത്. Coconut water in 200 milli sacket cost Rs13 which is much more than bottled soft drinks. അപ്പോൾ എന്താണ് ഈ ഒരു തേങ്ങാവെള്ളം 200 ml തേങ്ങാവെള്ളത്തിൻ്റെ ഒരു ബാഗ്, സാക്കറ്റ് എന്ന് വെച്ചാൽ ബാഗ്, കോസ്റ്റ് ₹13 13 വരുമ്പോൾ വെറും ബോട്ടിൽഡ് സോഫ്റ്റ് ഡ്രിങ്ക്, ഈ ഒരു കളർ വെള്ളം ഉണ്ടാവുമല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി പോലത്തെ ആ ഒരു ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിനുള്ള റേറ്റിനാട്ടിയും കൂടുതലാണ്, അതിനാട്ടിയും കോസ്റ്റ്ലി ആണ് ഈ ഒരു കോക്കനട്ട് വാട്ടറിൻ്റെ സാക്കറ്റിന് ആ ഒരു ബാഗിനുള്ള റേറ്റ് എന്ന് പറയുന്നത് 13 രൂപയാണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ് ഡ്രിങ്കിനാട്ടിയും കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാരിൽ ഒരു ഡിമാൻഡ്, ആൾക്കാരിത് വാങ്ങാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൾക്കാരിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നല്ലൊരു രീതിയിൽ പോകാനുള്ള അത്ര വലിയ ചാൻസ് കുറവാണ് എന്നാണ് പറയുന്നത്. കാരണം സാധാരണ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഉള്ളതിനാട്ടിയും കൂടുതലാണ് വെറും 200 മില്ലി കോക്കനട്ട് വാട്ടറിന് 13 രൂപ എന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്കിനാട്ടിയും കൂടുതലാണെന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ മോർ കോസ്റ്റ്ലി ഇതെന്താ, അത് നാച്ചുറൽ ഡ്രിങ്ക്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഡ്രിങ്ക് ഏതുപോലെ തന്നെ നെയ്മിൽ മിൽക്ക്, പാലും അതുപോലെ തന്നെ ഈ പാലൊക്കെ ഉള്ള റേറ്റ് ലിറ്ററിന് വെറും 14 രൂപയാണുള്ളത്. ലുക്ക്, it is also more costly than the other natural drink, namely milk, which is sold at about Rs14 per liter. അപ്പോൾ ലീറ്ററിന് 14 രൂപയാണ് ഒരു പാലിനുള്ളത്. ആ സമയത്ത് ഈ ഒരു വെറും തേങ്ങാ വെള്ളത്തിന് 13 രൂപ, അതും 200 മില്ലിക്ക് ആൾക്കാർ വാങ്ങൂ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കാര്യമാണ്. അതത്രയ്ക്ക് എളുപ്പമുള്ള ടാസ്ക് അല്ല. ഈ ഒരു കാര്യം എന്താണ് ആൾക്കാരിലേക്ക് ഡിമാൻഡ് വരുന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണെന്നാണ് പറയുന്നത്. കാരണം കൂടുതൽ ഈ ഒരു സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പശുവിൻ പാലാണെങ്കിൽ വെറും ലിറ്ററിന് 14 രൂപ വരുമ്പോൾ ഇവിടെ 13 രൂപ കൊടുത്ത് ആൾക്കാർ ഈ ഒരു തേങ്ങാവെള്ളം വാങ്ങുന്ന കാര്യത്തിൽ ഡൗട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും 90% 90% പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പാം ഓയിൽ ഇന്ത്യൻ ഇറക്കുമതി രംഗത്ത് വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പാം ഓയിൽ ചീപ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്ലി കോക്കനട്ട് വെളിച്ചെണ്ണയേക്കാൾ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡിമാൻഡ് പാം ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോക്കനട്ട് വെളിച്ചെണ്ണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വന്നു എന്നാണ്. അതുപോലെ തന്നെ മറ്റു പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതും അത്രയ്ക്ക് ഡിമാൻഡ്, അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ആൾക്കാരിൽ എത്തും എന്നുള്ളൊരു കാര്യത്തിലും സംശയമുള്ള കാര്യമാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം.